ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടമായ ഒരു പ്ലം കേക്കാണ്. വളരെ സ്വാദിഷ്ടമായ ഒരു പ്ലം കേക്ക് നിങ്ങൾക്കും ഈ ക്രിസ്മസിന് വീട്ടിൽ തയ്യാറാക്കാം. വളരെ സ്വാദിഷ്ടവും ഈസിയുമായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ടു ദ വീഡിയോ. പ്ലം കേക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഗ്ലാസ് ജാറിൽ നിന്നും ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തത് ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പ്ലം കേക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായി പഞ്ചസാര കാരാമലൈസ് ചെയ്തെടുക്കാം. പഞ്ചസാര കാരാമലൈസ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ആദ്യമായി സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് പഞ്ചസാര ഇതുപോലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, എന്നാൽ പഞ്ചസാര പെട്ടെന്ന് കരിഞ്ഞു പോകും. പഞ്ചസാര ഉരുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഇളക്കി കൊടുക്കാം. പഞ്ചസാര ഉരുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഒന്ന് ഉരുകാനായിട്ടുണ്ട്. പഞ്ചസാര ഉരുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇളം ചൂടുവെള്ളം 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നീങ്ങി നിന്ന് ഒഴിച്ചു കൊടുക്കുക. ദേഹത്ത് തെറിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി പഞ്ചസാര സിറപ്പ് ഒന്ന് കുറുകി വരണം. പഞ്ചസാര സിറപ്പിൽ ഒഴിച്ച വെള്ളം ഒന്ന് വറ്റി ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് തണുക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായി പ്ലം കേക്ക് തയ്യാറാക്കുന്നതിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. ഒരു അരിപ്പയിലേക്ക് 2.25 കപ്പ് മൈദ. കേക്കിനുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കുമ്പോൾ അളവുകളെല്ലാം കൃത്യമായിട്ട് എടുക്കുക. 2.25 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഈ ഒരു കേക്കിന് ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല ഏലക്ക, ഗ്രാമ്പു, ജാതിക്ക, പട്ട എന്നിവ വറുത്ത് പൊടിച്ചതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 3 പ്രാവശ്യം അരിച്ചെടുക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മൈദ അല്ലാതെ 2 ടേബിൾ സ്പൂൺ മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ മൈദ ചേർത്ത് കൊടുക്കുന്നത് ബേക്ക് ചെയ്യുന്ന സമയത്ത് ബാറ്ററിന്റെ അടിയിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മൈദ ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് മൈദയും ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത് വയ്ക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. അടുത്തതായി പഞ്ചസാര പൊടിച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുക്കാം. പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായി ഒരു ബൗളിലേക്ക് 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അതേപോലെ ഇട്ട് കൊടുക്കരുത്. ഇനി ഒരു ബീറ്റർ വെച്ച് ഇത് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ലാത്തവർ മിക്സിയുടെ ജാറിലിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാകും.
ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പഞ്ചസാര പൊടി കുറേശ്ശെ ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര പൊടി മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടറും പഞ്ചസാര പൊടിയും ചേർത്ത് ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ചേർത്ത് കൊടുക്കുക. മുട്ട ഓരോന്നായി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു മുട്ട പൊട്ടിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അടുത്ത മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. മൂന്നാമത്തെ മുട്ട ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഓരോ മുട്ടയും സെപ്പറേറ്റ് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും ചേർത്ത് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാരമൽ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. കാരമൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ പ്ലം എസൻസ്, 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ ഓറഞ്ച് എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്ററില്ലാത്തവർ മിക്സിയുടെ ജാറിലിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാകും. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൈദയിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ലൂസായി പോകേണ്ട ആവശ്യമില്ല. അടുത്തതായി കേക്ക് ട്രേ ഗ്രീസ് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 8 ഇഞ്ചിന്റെ ഒരു ട്രേയും 6 ഇഞ്ചിന്റെ ഒരു ട്രേയുമാണ്. ഇതിനി ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. കേക്ക് ട്രേയിലേക്ക് ബട്ടർ പേപ്പർ ഇറക്കി വെച്ചു കൊടുക്കാം. കേക്ക് ട്രേയുടെ വശങ്ങളിലും ബട്ടർ പേപ്പർ ഇതുപോലെ വെച്ച് കൊടുക്കാം. കേക്ക് ട്രേ ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്ക് ട്രേയിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ച് ഇതുപോലെ ഒന്ന് നിരത്തി സെറ്റാക്കി എടുക്കാം. നിരത്തി സെറ്റാക്കിയതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് വെച്ച് ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. കേക്ക് ട്രേയിലേക്ക് ബാറ്റർ ഒഴിക്കുമ്പോൾ കേക്ക് ട്രേയുടെ പകുതി മാത്രമേ ബാറ്റർ ഒഴിക്കാവൂ. ഇനി ഇതിലേക്ക് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നട്ട്സും ചെറിയും കറുത്ത മുന്തിരിയും വെച്ച് കൊടുക്കാം. ഇതുപോലെ നട്ട്സൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് താഴ്ത്തി കൊടുക്കരുത്. മേൽഭാഗത്ത് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതിയാകും.
ബാറ്റർ ഇതുപോലെ ഗാർണിഷ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓവൻ സെറ്റപ്പ് റെഡിയാക്കി എടുക്കാം. ഇന്ന് നമ്മൾ കേക്ക് തയ്യാറാക്കുന്നത് ഓവനിലല്ല, ഒരു ഓവൻ സെറ്റപ്പിലാണ്. ഒരു ചുവട് കട്ടിയുള്ള അലുമിനിയം പാത്രത്തിലും ഒരു കുക്കറിലുമായിട്ടാണ് ഇത് രണ്ടും 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഓവൻ സെറ്റപ്പ് രണ്ടും പ്രീഹീറ്റ് ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുക്കറിനകത്തും അതുപോലെ റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ബാറ്റർ ഇതുപോലെ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കറിനകത്തേക്ക് ബാറ്റർ ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് രണ്ടും അടച്ചു വെച്ച് 45 മുതൽ 55 വരെ മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. കുക്കറിന്റെ അടപ്പ് വെക്കുമ്പോൾ ഫിസിൽ വെക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുക്കറും അടച്ചു കൊടുക്കാം. 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും ബാക്കിയുള്ള സമയം ലോ ഫ്ലെയിമിലും ഇട്ട് കുക്ക് ചെയ്തെടുക്കാം. 45 മിനിറ്റ് ബേക്ക് ചെയ്തതിനു ശേഷം ഓവൻ സെറ്റപ്പിന്റെ അടപ്പ് തുറന്നു നോക്കാം. കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കാം. പൊട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. കേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുക്കറിൽ വെച്ച കേക്ക് തുറന്നു നോക്കാം. ആ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിനി ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കാം. ടൂത്ത് പിക്കിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. കേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതും നമുക്ക് തണുക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം. കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം ഡീമോൾഡ് ചെയ്ത് ബട്ടർ പേപ്പർ എല്ലാം റിമൂവ് ചെയ്തെടുക്കാം. ഇത് 2 ദിവസം കഴിഞ്ഞ് കട്ട് ചെയ്ത് കഴിക്കുമ്പോഴാണ് കേക്കിന്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുന്നത്. നമുക്കിത് ഡീമോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം 2 ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ബട്ടർ പേപ്പർ ഇളക്കി കൊടുക്കാം. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. വളരെ സോഫ്റ്റും ടേസ്റ്റിയും ആയിട്ടുള്ള പ്ലം കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും നിങ്ങൾക്കും വീട്ടിൽ പ്ലം കേക്ക് തയ്യാറാക്കി എടുക്കാം ഈ ക്രിസ്മസിന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.